ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും നീക്കം ശരിയപ്പെടുമാറാക്കണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭ മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യട്ടെ. സ്വർഗാധിപതി ദേവാ നിന്നുടെ ലയമതിനുൾ പോകീതാ ഞാൻ സിംഹാസന സവിധേ വന്ദിപ്പൂ. ലംഘനമെല്ലാം മോചിച്ചും പാപമശേഷം മാക്കേണം. ഞങ്ങളണയ്ക്കും നേർച്ചകൾ നിൻ പ്രീതി ാകണമേ. അപ്പം വീഞ്ഞിവ കാഴ്ചയണയ്ക്കുന്നു. കൈക്കൊള്ളുക മൽക്കിസദേക്കിൻ കാഴ്ച പോലെ ബലിതു സ്വീകൃതമാ കേണമേ. നാഥാ നിന്നുടെ ദാനങ്ങൾക്കെല്ലാം പകരമതായി എന്തെങ്ങേയ്ക്കായി നൽകിയിടും ഞാൻ നിൻ ഹിതമതുപോ. അഖില ജനസവിധം ഞാനും നേർച്ചകൾ നിറവേറ്റും നാഥാ. ആബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രാഹം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അലിവായുത്തരമേ കേണമേ. ലോകത്തിനുടെ അനവധിയ പാപം മായ്ച്ചിടാൻ സ്വയബലിയായൊരു മിശിഹ നിൻ ബലി പോൽ ഞങ്ങളെയും കാഴ്ചയതായിട്ടേക്കുന്നു. ബലിതു സ്വീകൃതമാ കേണമേ. ആർക്കായി കാഴ്ചയിതർപ്പിച്ചിടുന്നു ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോ ഏവരെയും ഓർത്തിടുന്നു. ബലിതു സ്വീകൃതമാ കേണമേ. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈ
രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെളുപ്പമുള്ള ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏതുതരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവന്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്.
അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവന്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയുമാണ്. ബർക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയത്തിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ലോകവാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദിവസങ്ങളിലേറ്റം വലുത് ഞായർദിനം തന്നെ. ഭൂവാനങ്ങൾ സൃഷ്ടികളും മോദിക്കുന്നീ ദിനം. ദിവ്യ ത്രോണോസ് ഇതിൽ മഹിമപ്പെടുന്നു. രക്ഷയിൻ മാർഗം ഘോഷിക്കും നിവിടെ. ആശ്വാസം പ്രത്യാശയും മൃതർക്കും ജീവിപ്പോർക്കും. ഖബറിൽ നിന്നിഹ കർത്താവും എഴുന്നേറ്റെന്നീ ദിനം. ഹല്ലേലൂയ. സഭ മോദിക്കുന്നു. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്.
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന തലക്കെട്ടിൽ സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്ന വേദഭാഗം ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. നിരന്തരമായിട്ട് 10 ദിവസത്തെ കാത്തിരിപ്പിൻ്റെ ഇടയിലുള്ള ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ഞായറാഴ്ച പെന്തക്കോസ്ത് തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള പരിശുദ്ധാത്മാവിനെ ഒന്ന് വിവേചിച്ചറിയാൻ ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പോയി കഴിയുമ്പോൾ ഒരു സഹായകനെ നമ്മൾക്ക് അയച്ചു തരും. ആ സഹായകൻ എപ്പോഴും നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ളവൻ. അങ്ങനെയാണ് ഒരു സഹായകൻ എന്ന് പറയുന്നത്, സഹായിക്കാനുള്ളവനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മളെ സഹായിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, നമ്മുടെ ഉള്ളിലായിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് ജ്വലിപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. 3 കാര്യങ്ങൾ ഈശോ ഇവിടെ വചനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അവൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ചിന്തയിൽ ഉണ്ടാകും. ഒന്ന്, അവൻ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും. ഈശോ വചനത്തിൽ പറയുകയാണ്, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പാപബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അനുതാപം എന്ന് പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ഈശോ പറയുകയാണ്, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് പാപത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് ഉദാഹരണം വചനം പറയുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ അവൻ കണക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾക്കൊന്നും നമുക്ക് കൺട്രോളുമില്ല. പക്ഷെ നമ്മൾ പറയേണ്ടതെല്ലാം നമ്മൾ പറയുകയും ചെയ്യും. യഥാർത്ഥമായ പാപബോധമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഓരോ വാക്കും അളന്ന് തൂക്കി പറയുകയുള്ളൂ, അല്ലേ? ഈശോ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരുവനെ ദുശ്ചിന്തയോടുകൂടി നോക്കിയാൽ അവൻ പാപം ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോട്ടത്തിലൂടെയും നമ്മുടെ കേൾവിയിലൂടെയും നമ്മുടെ സ്പർശനത്തിലൂടെയും ഒക്കെ ഈ പാപത്തിൻ്റെ ലാഞ്ചന നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്നതിൻ്റെ അടയാളം. ഇല്ല എങ്കിൽ, ഈ ബോധം നമ്മളിൽ ഇല്ല എങ്കിൽ, ഈ പാപബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എവിടെയൊക്കെയോ നിലച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ ജ്വലിപ്പിച്ചിട്ടില്ല എന്ന് സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നീതിയെക്കുറിച്ചുള്ള ബോധം. നമ്മൾ മിക്ക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മിക്ക 6:8, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, എല്ലാവരോടും മനുഷ്യരോട് ദൈവത്തിൻ്റെ മുൻപിൽ വിനീതനായിട്ട് പ്രവർത്തിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് ദൈവം നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവത്തിൻ്റെ മുൻപിൽ വിനീതനായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ഈ നീതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ പറയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ച് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവബോധം നമുക്കുണ്ടാകണം. നമുക്ക് ലോകത്തിൻ്റെ പ്രേരണകൾ അനുസരിച്ച് ലോകം മനുഷ്യനോട് ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, ലോകത്തിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ജഡത്തിൻ്റെ ആത്മാവിനെയല്ല, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവാത്മാവിനെ സ്വീകരിച്ചവരാണ്. മാമോദീസായിലൂടെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരായിട്ട് മാറുക. അവസാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വിധിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മളും വിധിക്കും, നമ്മളെയും നമുക്കും ഒരു വിധി ഉണ്ടാകും എന്നുള്ള ഒരു അവബോധം. ഈ 3 അവബോധങ്ങളാണ് നമ്മളെ കുറച്ചും കൂടെ വിശുദ്ധിയിലേക്ക്, കുറച്ചും കൂടെ നന്മയിലേക്ക് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇത് 3 നമ്മളിലുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പാക്കാം പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് 3 നമ്മളിൽ ഇല്ല എങ്കിൽ, ന്യായവിധിയെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മളെല്ലാം ചെയ്യും,
എല്ലാം ചെയ്തിട്ട് പറയും ദൈവം കരുണയുള്ളവനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും, അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, എന്തു ചെയ്താലും കുഴപ്പമില്ല, എന്തു വേണേലും പറയാം, എന്തു വേണേലും ചെയ്യാം, എന്തു വേണേലും പ്രവർത്തിക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരും. ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഈശോ പറയുന്നത് നിന്റെ ഓരോ പ്രവർത്തികൾക്കനുസരിച്ച് നീ വിധിക്കപ്പെടും, നിന്റെ പ്രവർത്തികൾക്കനുസരിച്ച് നീ വിധിക്കപ്പെടും. അങ്ങനെ ന്യായവിധിയെക്കുറിച്ച് നിന്റെ ഉള്ളിൽ ഒരു ബോധമുണ്ട് എങ്കിൽ നീ കുറച്ചും കൂടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അഭിഷേകത്തോടെ, വളരെ ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വരും ദിവസങ്ങളിൽ, അടുത്ത ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ശക്തിയായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവെ, എന്നിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധാത്മാവെ, എൻ്റെ ഹൃദയത്തെ ഒന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവിടെ അത്താഴത്തിനിരുന്ന് അവൻ അപ്പം മുറിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ജ്വലനം ഉണ്ടാകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ജ്ഞവുമായി ആചാര്യനായി തീർന്ന വെടിപ്പുള്ള ബലിയും തന്റെ ഇടവകയ്ക്ക് വേണ്ടി തന്റെ ജനകന് സ്വീകാര്യ കാഴ്ചയായി തീർന്ന വിശുദ്ധ മഹാപുരോഹിതനും തന്റെ സ്നേഹം മൂലം സ്ലീബായുടെ ചിറകുകളിന്മേൽ നിവർത്തി കിടത്തപ്പെടുകയും തന്റെ മരണത്താൽ പ്രജാതികളെയും സുജാതികളെയും രക്ഷിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട കുഞ്ഞാടായ കർത്താവേ, നിനക്ക് സ്തുതി. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന് മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ നിന്റെ അസംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെല്ലാവരെയും നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പരിപൂർണത ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് എപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മഹോന്നത വചനമായ ദൈവമേ, നിന്റെ
പിടിച്ചിരിക്കുന്നു. എന്നാൽ ഭൗമികരുടെ കരങ്ങളാൽ പാപപരിഹാരത്തിനായി നീ വഹിക്കപ്പെടുന്നു. നിന്റെ പ്രഭയിൽ ക്രോബേന്മാരുടെ ഭയങ്കര സൈന്യങ്ങൾ വിറയ്ക്കുന്നു. എന്നാൽ നിന്റെ തിരുശരീരത്തിൽ തിരുസഭ അവളുടെ മക്കളോട് കൂടെ ആനന്ദിക്കുന്നു. ഉത്തമ തേജസ്സേ, നിന്റെ ശോഭയിൽ ശ്രോപ്യന്മാരുടെ സംഘങ്ങൾ സംഭ്രമിക്കുന്നു. എന്നാൽ മൺമയരുടെ ഗണങ്ങൾ നിന്നാൽ പരിപോഷിപ്പിക്കപ്പെടുന്നു. ദയാലുവായുള്ളവേ, നിന്റെ നന്മയ്ക്ക് ഭേദമോ നിന്റെ പ്രധാന ആചാരത്തിന് വ്യത്യാസമോ ഇല്ല. ജീവന്റെ മുന്തിരിക്കുലയായ നിന്നെ കുരിശിൽ തറച്ചവർ നിക്ക് പിഴഞ്ഞിട്ടും നിന്നെ രുചിച്ചു നോക്കിയില്ല. വിശ്വാസികൾ നിനക്ക് വേണ്ടിയല്ലാതെ നിന്നെ സ്വീകരിക്കുന്നു. സ്വർഗീയാപ്പമേ, നിന്നെ ഭക്ഷിക്കുന്നവർക്ക് വിശക്കുകയില്ല. ആത്മീയ പാനീയമേ, നിന്നെ പാനം ചെയ്യുന്നവർക്ക് ദാഹിക്കുകയുമില്ല. നിന്നെ കൈക്കൊള്ളുന്നവർക്ക് നീ അനശ്വരമായ ജീവൻ സമ്പാദിച്ചു കൊടുക്കുന്ന ഫലവും നിന്നെ പാനം ചെയ്യുന്നവർക്ക് അക്ഷയമായ ഭാഗ്യങ്ങൾ അവകാശപ്പെടുത്തി കൊടുക്കുന്ന നീരുറവയും ആകുന്നു. നിത്യവും ഭക്ഷിച്ചാലും തീർന്നു പോകാത്തതും അനുദിനം പാനം ചെയ്താലും കുറഞ്ഞു പോകാത്തതുമായ ഇമ്പമുള്ള ഭക്ഷണപാനീയമത്രേ നീ സദാ വിഭജിക്കപ്പെടുന്നുവെങ്കിലും നീ മരിക്കുന്നില്ല. നീ നിരന്തരം നൽകപ്പെടുന്നുവെങ്കിലും അവസാനിച്ച് പോകുന്നുമില്ല. സജീവനായുള്ളവേ, നിന്നെ ഏറ്റുപറയുന്നവർ നിന്നിൽ സന്തോഷിക്കുന്നു. നിന്നെ പരിശോധിച്ചു നോക്കുന്നവർ ലജ്ജിക്കുന്നു. മഹോന്നതനും അവരിമേന്യുമായ കർത്താവേ, വിശുദ്ധ കുർബാനയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് ഔന്നത്യമായ നിന്റെ മനുഷ്യ സ്നേഹത്തോട് യാചിക്കുന്നത് എന്തെന്നാൽ, നിന്റെ വിശുദ്ധ മദ്ബഹായുടെ മുൻപാകെ നിൽക്കുന്നത് എത്ര ശ്രേഷ്ഠമായിട്ടുള്ളതാകുന്നുവെന്ന് ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. നിന്നിൽ സൂക്ഷിച്ചു നോക്കുന്ന ആന്തരിക ദൃഷ്ടികളും നിന്റെ കൽപ്പനകൾ കേൾക്കുന്ന ആത്മീക ശ്രവണങ്ങളും നിർമ്മലതയോടെ പ്രാർത്ഥിക്കുവാൻ വെടിപ്പുള്ള ഹൃദയവും ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്ന നല്ല വിചാരങ്ങളും നിന്റെ ഗോദാസുകളെ ശുശ്രൂഷിക്കുന്ന വെടിപ്പുള്ള കൈകളും നിന്റെ കരുണയെ പുകഴ്ത്തി സ്തോത്രം ചെയ്യുന്ന വെണ്മയുള്ള അധരങ്ങളും നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്ന നിർമ്മല നാവുകളും തിരുശരീരം അനുഭവിക്കുന്ന വിശുദ്ധവായുകളും തിരുരക്തം പാനം ചെയ്ത് രസിക്കുന്ന ആത്മീക നാവുകളും ഞങ്ങൾക്ക് നൽകണമേ. എന്തെന്നാൽ നിന്റെ നിറവിൽ നിന്ന് സദാ ഞങ്ങളുടെ വിശപ്പ് ശമിച്ച് ഞങ്ങൾ തൃപ്തിപ്പെടുകയും നിന്റെ നീരുറവയുടെ മധുരപാനീയത്തിൽ നിന്ന് ഞങ്ങളുടെ ദാഹം തീരുകയും ചെയ്യും. ഞങ്ങളുടെ അധരങ്ങളുടെ ഫലങ്ങളാൽ സദാ നിന്നെ സ്തുതിക്കുകയും ഞങ്ങളുടെ നാവുകളുടെ സ്തുതികളാൽ നിനക്ക് വിജയാരവം മുഴക്കുകയും സത്യവിശ്വാസത്താൽ നിന്നെ ഉന്നതപ്പെടുത്തുകയും ഞങ്ങളും വിശ്വാസികളായ ഞങ്ങൾ മരിച്ചുപോയവരും ഒരുപോലെ നിന്നിൽ ആനന്ദിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ഈ ദാസൻ ഏറ്റുപറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ റൂഹാ പരിശുദ്ധനവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സിലുവതോ നീ കരുണ ചെയ്തുകൊണ്ട് ഭാവിയായ തന്റെ ദാസന്റെ കുർബാനയെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. വിജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിനെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. ആമീൻ. ബാർക്കുമോസ് തോമൻ കാലോസ് വലിയവനുമനാമിന്ദിനമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകുകയും ലോകത്തെ കരുണാപൂർവം സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ശമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സമ്പൂർണമായി നിന്റെ വലതുകൈ ആവസിപ്പിച്ച് തിരുമുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരെ നീ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും അപരാധങ്ങൾക്കും വേണ്ടി രക്തം ചിന്താതെയുള്ള ഈ ആത്മീക ബലി നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ നിയമലംഘനങ്ങൾ പരിപൂർണമായി പരിഹരിച്ച് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിനെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കട്ടെ.
ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവും ആകുന്നു. മാലാഖമാരും പ്രധാന മാലാഖമാരും ക്രോബേന്മാരും ശ്രോപ്പേന്മാരും മൗപ്പേന്മാരും മോറാവോസേന്മാരുമായ അദൃശ്യരും സംഖ്യാതീതരമായ സകല സ്വർഗീയ നിരകളും ഗണങ്ങളും സേനകളും അനിർവചനീയമായ വാക്കുകളാൽ ഇടവിടാതെ വിജയകീർത്തനമാലപിച്ചുകൊണ്ട് ഉച്ചത്തിൽ ആരെ സ്തുതിക്കുന്നുവോ അവനെ നമുക്കും പരിശുദ്ധനെന്ന് പാടി മഹത്വപ്പെടുത്താം. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്യുകയും ഞങ്ങളെ രക്ഷിക്കുവാനായി സ്വയം പരിത്യജിച്ച് ശരീരത്തിൽ പീഡയേൽക്കുകയും ചെയ്തു. പീഡാനുഭവത്തിന്റെ ആ രാത്രിയിൽ അവൻ പരിശുദ്ധവും നിഷ്കളങ്കവും നിർമ്മലവുമായ തന്റെ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവീൻ. ഇത് എന്റെ ശരീരമാകുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഹായ് ദലോലങ്ങൾ പ്രകാരം തന്നെ അവൻ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ചു ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് എന്റെ രക്തമാകുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. വൽഹായ് ദലോലങ്ങൾ പങ്കുകൊള്ളുമ്പോഴൊക്കെയും എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ അനുസ്മരിക്കുവീനെന്ന് നമ്മുടെ കർത്താവ് തന്റെ സ്നേഹന്മാരോട് കൽപ്പിച്ച് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, പാപികളും കുറ്റക്കാരുമെങ്കിലും നിന്റെ ദാസരായ ഞങ്ങൾ രക്ഷാകരമായ നിന്റെ എല്ലാ ദൈവിക വ്യാപാരങ്ങളെയും ഭയങ്കരവും മോഹനീയവുമായ രണ്ടാമത്തെ വരവിനെയും ഓർമ്മിക്കുന്നു. ഇതിനെക്കുറിച്ച് പരിഭ്രമിച്ച് തടുങ്ങിക്കൊണ്ട് ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. വാത്സല്യമുള്ളവരെ,
സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേ എന്നോടുത്തരമരുളണമേ. കർത്താവേ എന്നോടുത്തരമരുളണമേ. എന്റെ കർത്താവേ എന്നോടുത്തരമരുളി ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കട്ടെ. ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കാളികളാകുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളാകുവാനും വിശുദ്ധരോടുകൂടെ പുതിയ ജീവനിൽ ആനന്ദിക്കുവാൻ അവിടെ ആക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻമോഹർ ബെസിലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ ഭദ്രാസനത്തിന് മേൽപ്പട്ടക്കാരൻ ആപൂന്മാർ ഐറേനിയോസ് എപ്പിസ്കോപ്പായ്ക്ക് വേണ്ടിയും ആപൂന്മാർ ക്രിസോസ്റ്റം എപ്പിസ്കോപ്പായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ, ശമാശന്മാർ, ദേറാക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദൈവീക പ്രബോധനങ്ങളുടെ ദീപ്തിയാൽ നിന്റെ സ്നേഹിതരെ നീ പ്രശോഭിപ്പിക്കണമേ. നല്ല കാലങ്ങളും ആശ്വാസകരവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ദുഃഖിതരെയും രോഗികളെയും ദരിദ്രരെയും നിരാലംബരെയും ക്ലേശിതരെയും പരദേശികളെയും അഗതികളെയും ബന്ധനസ്ഥരെയും അനാഥരെയും വിധവകളെയും അടിമകളെയും നീ പോറ്റി പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, തിരുസന്നിധിയിൽ പ്രസാദവും സന്തുഷ്ടവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ ആവരസരം ഞങ്ങളോട് പെരുമാറുന്നതിന് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യയുമായ ദേവമാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും നിബിയന്മാർ, ശ്ലീഹന്മാർ, പ്രസംഗർ, എവൻഗേലിയോസ്തന്മാർ, സഹോദരന്മാർ, മൗദ്യന്മാർ എന്നിവരെയും നാം ഓർപ്പിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പുണ്യപ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുന്ന
രക്ഷയാലും അവരോട് ഒരുമിച്ചുള്ള അവകാശത്തിന് മോഹനിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർമ്മിക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ സുന്നതോസുകളിൽ ഉറപ്പിക്കപ്പെട്ട സത്യവിശ്വാസമാകുന്ന പാറമേൽ കരുണാപൂർവ്വം ഞങ്ങളെല്ലാവരെയും ഉറപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കർത്താവേ, ഞങ്ങളവരെ ശക്തികൾക്ക് വിധേയരാകുവാനിടയാകരുതേ. ദുഷ്ടാരൂപികളുടെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ദണ്ഡനങ്ങളിൽ നിന്നും കഠിന വേദനകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ തേജസ് ഞങ്ങളിലും അവരിലും ഉദിപ്പിക്കണമേ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാൻ അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സ് കൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ കൃപാതിരേകത്താൽ ഞങ്ങളുടെ അപേക്ഷ കേട്ട് വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായി കരുതിയിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും രക്ഷിക്കണമേ. സമ്പൂജ്യമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ സകലത്തിലും എന്ന പ്രകാരം ഈ കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരിക്കുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണയും കൃപയും എന്റെ സഹോദരങ്ങളെ എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാഥൻ ബാരക്കുമോർ കുറിയേലായിസോൻ. അവശ്യത്താൽ യാചിക്കുന്നു
സർവശക്തനുമായ ദൈവമേ, മനുഷ്യരോടുള്ള നിന്റെ സ്നേഹം മൂലം ഈ ദൈവീക ദാനത്തിന് ഞങ്ങളെ നീ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് നിമിത്തം പിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിർമ്മല മനസാക്ഷിയോടും വികാരശുദ്ധിയോടും പരമാർത്ഥതയുള്ള നാവോടും വെടിപ്പുള്ള ശരീരത്തോടും കൂടെ സ്വർഗസ്ഥനും സർവാധിപതിയും പരിശുദ്ധനുമായ നിന്നെ ആത്മധൈര്യത്തോടെ വിളിച്ച് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പകുതി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കിയ ദയാലുവായ പിതാവേ, കഠിന പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ നിരക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ട മനുഷ്യരുടെ ദ്രോഹങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബർക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മഹോന്നതനും സർവാധിപതിയുമായ രാജാവേ, സർവസൃഷ്ടികളും നിന്റെ മേൽക്കോയ്മയുടെ ചെങ്കോലിൻ കീഴിൽ വണങ്ങുന്നു. ഇപ്പോൾ തിരുമുൻപാകെ തലവണങ്ങി നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി അയച്ചു തരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യവും അന്ത്യവുമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വർഗമോർ ഭയഭക്തിയോടുകൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രമായി നൽകപ്പെടുന്നു. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധാത്മാവിനും തന്റെ കരുണയാൽ ലോകത്തെ മെഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
നായുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം ദയവാന്മാർ പുണ്യപ്പെട്ടു രുന്നീച്ചേകുമവകാശ്വാസം സ്വഗേപുത്രൻ ദൈവം ബുറിയോറാഹി ആലൈനു ആദാരേ. നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയായോ ഹാലേലൂയ നിൻ വലഭാഗേ രാജഭാമിനിയും രസം മോഹിപ്പാൻ ഹാലേലൂയായോ ഹാലേലൂയ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും ബാർക്കുമോ. സുബഹോലാ ബോലവറോൽ റൂഹോ കാദേശോ മെനോലം വാദാബിനോലം വൽ മീനാമീ. ദർബുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാത്തൻ പക്കലപേക്ഷയാണ് കേണം സ്തൗമൻ കാലോസ് കുറിയേലായിസോ. വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട ബാർക്കുമോ. ബഹോലാ ബോലവറോൽ റൂഹോ കാദേശോ ദൈവാംബിക കന്യാ മറിയാമിന്നായി പരിമളധൂപസുരുൾ വായുവിലുയരുന്നു ബുറിയോറാഹി ആലൈനു ആദാരേ. തേടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളർത്ഥന നീ ഏകാത്മജനോടർത്ഥിക്ക ഞങ്ങളിലാർദ്രത തോന്നീട. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യം മുതൽ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ആമീൻ. നീക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലതു കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. ആമീൻ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണയും കൃപയും ഈ വിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവം സംബന്ധിച്ച് നാം ഓരോരുത്തരിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ.
ചെയ്യുമാറാകട്ടെ. ആമേൻ. നാഥാ കൃപ ചെയ്യണമലിവാ, കൃപ ചെയ്യണമു തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി, കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. ഹാലേ സ്തുതി ദൈവത്തിനുയരത്തിൽ, തന്മാതാവിനുന്നതിയും മഹിമാമുടി സഹതിമാർക്കും മൃതരിൽ എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷാവധിക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷകമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാമാവും സ്തുതി പാടും. കബറടഞ്ഞോർമൽ ശരണം നീ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. കർത്താവേ, അയോഗ്യരായ ഞങ്ങളെ നിന്റെ ഏകജാതന്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന ഈ ദിവ്യദാനത്തിന് യോഗ്യരാക്കിയതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടത്താൽ നീ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ പാപപരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ ഉറപ്പിക്കുകയും സുഹൃത വ്യാപാരങ്ങളാൽ ഞങ്ങളെ നീ അലങ്കരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാരേക്കുമോ. പരമോന്നതമാ പദമതിലമരും പരനാം ദേവാ, കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കണമേ. ശോഭയും നിൻ സ്ലീബാതണലിൽ രക്ഷണമേകി താവക കൃപൈ ആരാധകരിൽ വർഷ
സ്പർശിച്ചാലും കാഴ്ചയതി കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ലവരാ മൃതർ പുണ്യ ടീറയരാ നന്ദിക്കേണം വത്സലരേ മാമ സോദരരേ കർത്താവിൻ പുണ്യപ്രദമാ ബലിപീഠത്തിങ്കൽ നിന്നും സംപ്രാപിതമാം വാഴ്വോടും വഴിയാഹാരങ്ങൾ സഹിതം ത്രിത്വകൃപയ്ക്കും ദയവിനും നിങ്ങളെ ഭാരമേൽപ്പിക്കുന്നു. പോവുക സമാധാനത്താലേ. ആമീൻ. അകന്നവർ അടുത്തവർ വിഗതന്മാർ ജീവനെഴും തൽ സ്ലീബായാൽ രക്ഷിതരേ മാമോദീസ റുസ്മായാലേ മുദ്രിതരേ ത്രിത്വം നിങ്ങളുടെ പാപങ്ങൾ കന്മഷമഖിലം മോചിക്കും. നിങ്ങളുടെ വാങ്ങി പോയോരിൽ എകീടും നൽകാശ്വാസം. ആമീൻ. അബലൻ പാപിദാസനുമാ ഈയുള്ളോനിൽ കൃപ ചൊരിയാൻ പ്രാർത്ഥിക്കണമേ എന്നാളും പോവുക സമാ